പാരമ്പര്യവും ആത്മീയതയും തേടിയുള്ള ഋഷികേശത്തിൻ്റെ യാത്രയിൽ എല്ലാ പ്രിയ ഭക്തർക്കും സ്വാഗതം. പന്തളം രാജ്യം ഭരിച്ചിരുന്നത് രാജശേഖര രാജാവായിരുന്നു. സന്താന സൗഭാഗ്യമില്ലാതെ അദ്ദേഹം ഏറെ ദുഃഖിതനായിരുന്നു. ശിവപൂജ നടത്തി സന്താന സൗഭാഗ്യത്തിനായി അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചു വന്നു. ഒരിക്കൽ വനത്തിൽ നായാട്ടിനു ശേഷം രാജാവും കൂട്ടരും പമ്പാ തീരത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടത്. രാജാവ് ചെവിയോർത്തു. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്ന മന്ത്രിയെ വിളിച്ചു. അവർ വേഗം കരച്ചിൽ കേട്ട ദിക്കിലേക്ക് നടന്നു. അത്ഭുതം! ചുറ്റുപാടും പ്രഭ വിതറിയ ഒരു കുഞ്ഞ് നിലത്ത് കിടന്ന് കൈകാലിട്ടടിച്ചു കരയുന്നു. രാജാവ് ചുറ്റിലും നോക്കി. ആരെയും കണ്ടില്ല. നല്ല തേജസ്സുള്ള ആൺകുഞ്ഞ്. തന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഏറെ നേരം നോക്കി നിന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ശങ്കിച്ചപ്പോൾ അവിടെ ഒരു മഹർഷി പ്രത്യക്ഷപ്പെട്ടു. രാജശ്രേഷ്ഠ, ശങ്കിക്കണ്ട. കുഞ്ഞിനെ എടുത്ത് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി വളർത്തിക്കോളൂ. ഇവൻ അങ്ങയുടെ എല്ലാ സുഖദുഃഖങ്ങൾക്കും നിദാനമാണ്. മഹർഷിയുടെ വാക്കുകേട്ട് രാജാവ് കോരിത്തരിച്ച് ഓടിയെത്തി കുഞ്ഞിനെ കയ്യിലെടുത്തു. കണ്ടില്ലേ, കുഞ്ഞിന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന വിശിഷ്ടമായ മണിമാല. അതിനാൽ മണികണ്ഠൻ എന്ന് വിളിക്കാം. 12 വയസ്സ് തികയുമ്പോൾ ഈ കുട്ടി ആരാണെന്ന് മനസ്സിലാകും. അത്രയും പറഞ്ഞ് മഹർഷി മാഞ്ഞു. രാജാവിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് ത്രസിച്ചു. ആനന്ദാശ്രുക്കളോടെ കുഞ്ഞുമായി കൊട്ടാരത്തിലേക്ക് യാത്രയായി. കൊട്ടാരവാതിക്കൽ തന്നെ റാണി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രാജാവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വേഗം വാങ്ങി മാറോട് ചേർത്തു. രാജാവ് നടന്നതെല്ലാം റാണിയോട് വിശദമായി. കുഞ്ഞിക്കാല് കാണാൻ കാത്തിരുന്ന രാജാവിനും രാജ്ഞിക്കും മണികണ്ഠന്റെ വരവോടെ എന്തെന്നില്ലാത്ത സന്തോഷമായി. ക്ഷത്രിയ വംശത്തിനു ചേർന്ന രീതിയിലാണ് രാജാവ് മണികണ്ഠനെ വളർത്തിയത്. കുഞ്ഞു വളർന്നതോടെ ഗുരുകുല വിദ്യാഭ്യാസത്തിന് വിട്ടു. ഗുരു ഇല്ലാത്ത സമയത്ത് മണികണ്ഠൻ മറ്റു കുട്ടികൾക്ക് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പറഞ്ഞു നൽകി. ഗുരുനാഥന്റെ മകൻ ബധിരനും മൂകനുമായിരുന്നു. അവനോടായിരുന്നു മണികണ്ഠന് കൂടുതൽ അടുപ്പം. ഗുരുവിന്റെ വിഷാദത്തിന് കാരണം മകനാണെന്നുള്ള സത്യവും മണികണ്ഠൻ തിരിച്ചറിഞ്ഞു. ഗുരുകുല പഠനം പൂർത്തിയാക്കാൻ ഏതാനും ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് ഗുരുദക്ഷിണ നൽകേണ്ടത്? മണികണ്ഠൻ ആലോചിച്ചു. മണികണ്ഠന്റെ മഹത്വം ഗുരു അതിനോടകം തിരിച്ചറിഞ്ഞിരുന്നു. മണികണ്ഠ, ഒരു കാര്യം മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. ജന്മന ബധിരനും മൂകനുമായ മകനെ അവയിൽ നിന്ന് മുക്തനാക്കാൻ സഹായിക്കണം. ഗുരു അപേക്ഷിച്ചു. മണികണ്ഠന്റെ അനുഗ്രഹത്താൽ ഗുരുപുത്രന് സംസാരശേഷിയും കേൾവിശക്തിയും തിരിച്ചു കിട്ടി. ഇതിനിടെ മഹാറാണിക്ക് ഒരു ആൺകുഞ്ഞു പിറന്നു. രാജരാജൻ എന്നും കുഞ്ഞിന് പേരിട്ടു. മണികണ്ഠനും രാജരാജനും കൊട്ടാരത്തിൽ ഒരേപോലെ വളർന്നു. വർഷങ്ങൾ പലതു കഴിഞ്ഞു. ഒരു ദിവസം രാജാവ് മണികണ്ഠനെ അരികിൽ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, ഈ രാജ്യം ഇനി നീയാണ് ഭരിക്കേണ്ടത്. മണികണ്ഠന് 12 വയസ്സാകാറായി. എന്റെ മൂത്ത മകൻ എന്ന നിലയിൽ മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. അതിനുള്ള ഏർപ്പാടുകൾ തുടങ്ങിക്കോളൂ. രാജാവ് മന്ത്രിയോട് പറഞ്ഞു. അതോടെ മന്ത്രിയുടെ മനസ്സിൽ പല ചിന്തകൾ ഉയർന്നു. മണികണ്ഠൻ മിടുക്കനും തന്ത്രശാലിയുമാണ്. രാജാവിനേക്കാൾ രാജഭരണത്തിൽ ഇപ്പോഴേ ശ്രദ്ധാലു. രാജരാജനാണെങ്കിൽ സ്വന്തം മകനാണ്. പക്ഷെ കഴിവില്ല. രാജരാജനെ യുവരാജാവാക്കിയാൽ കാര്യങ്ങളെല്ലാം തനിക്ക് നടത്താം. മണികണ്ഠനായാൽ അത് പറ്റില്ല. മണികണ്ഠനെ യുവരാജാവാക്കാൻ സമ്മതിക്കില്ല. മന്ത്രി തീർച്ചപ്പെടുത്തി. എങ്ങനെയും അഭിഷേകം മുടക്കണം. മന്ത്രി ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞു മണികണ്ഠനെ ഇല്ലായ്മ ചെയ്യാൻ. ഭക്ഷണത്തിൽ വിഷം ചേർത്തിളക്കി ഫലിച്ചില്ല. പിന്നെ ദുഷ്കർമ്മങ്ങൾ ചെയ്തു നോക്കി. വിദഗ്ധ ചികിത്സയ്ക്ക് പോലും ഭേദമാക്കാൻ കഴിയാതെ പോയ വ്രണങ്ങൾ കൈലാസനാഥൻ സന്യാസി വേഷത്തിലെത്തി ഭേദമാക്കി. അതും ഫലിക്കാതെ വന്നതോടെ മഹാറാണിയെ സമീപിച്ചു. രാജരാജനല്ലേ യഥാർത്ഥ മകൻ? സ്വന്തം മകനുള്ളപ്പോൾ കാട്ടിൽ കിടന്ന് കിട്ടിയ കുഞ്ഞിനെ രാജാവാക്കുന്നത് ശരിയാണോ? മന്ത്രി റാണിയോട് ചോദിച്ചു. അപ്പോഴാണ് റാണിയും ചിന്തിക്കാൻ തുടങ്ങിയത്. ദുഷ്ചിന്തകൾ പറഞ്ഞുകൊടുത്ത് മന്ത്രി റാണിയുടെ മനസ്സു മാറ്റിച്ചു. സ്വന്തം മകനെ യുവരാജാവാക്കണമെന്നും റാണിയും തീരുമാനിച്ചു. മണികണ്ഠനെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ പിന്നെയും അവർ കൂട്ടായി ചിന്തിച്ചു. അങ്ങനെ കാട്ടിലേക്ക് അയച്ച് മൃഗങ്ങൾക്ക് ഭക്ഷണമാക്കി ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതിയിട്ടു. കൊട്ടാരം വൈദ്യന്മാരെയും അവർ പാട്ടിലാക്കി. മന്ത്രിയുടെ ഉപദേശപ്രകാരം റാണി രോഗം നടിച്ചു കിടന്നു. അവർ വേദനയിൽ പുളയുന്നത് പോലെ അഭിനയിച്ചു. രാജാവ് ഓടിയെത്തി ഉടൻ തന്നെ കൊട്ടാരം വൈദ്യന്മാരെ വിളിച്ചു വരുത്തി. തമ്പുരാട്ടിയുടെ രോഗം മാറാൻ ഉടൻ തന്നെ ചികിത്സ തുടങ്ങാൻ നിർദ്ദേശിച്ചു. വൈദ്യന്മാർ എത്തി മന്ത്രിയോട് ചോദിച്ച് കാര്യങ്ങൾ തിരക്കി. മരുന്നിനായി മണികണ്ഠനെ കാട്ടിലേക്ക് അയക്കാൻ സഹായിച്ചാൽ പൊൻപണം നൽകാമെന്നും വൈദ്യന്മാർക്ക് മന്ത്രി വാഗ്ദാനം നൽകി. വൈകാതെ തന്നെ വൈദ്യന്മാരിൽ ഒരാൾ തമ്പുരാന്റെ അടുക്കൽ ഓടിയെത്തി. മഹാരാജൻ, റാണിയുടെ രോഗം അതികഠിനമാണ്. ഇതിന് ഒരേ ഒരു മരുന്നേ ഉള്ളൂ. അതിന് പുലിപ്പാൽ വേണം. റാണിയുടെ രോഗം മാറാൻ പുലിപ്പാൽ അല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് വൈദ്യരും തറപ്പിച്ചു പറഞ്ഞു.
തുടർന്ന് രാജാവ് വിളംബരം ചെയ്തു പുലിപ്പാൽ കൊണ്ടുവരുന്നവർക്ക് പകുതി രാജ്യം നൽകാമെന്നായിരുന്നു വിളംബരം. പന്തളം രാജ്യത്തും ആരും അതിന് തയ്യാറായി മുന്നോട്ട് വന്നില്ല. അമ്മയുടെ ജീവൻ രക്ഷിക്കുക തന്റെ പരമമായ ധർമ്മമാണെന്ന് മണികണ്ഠൻ വിശ്വസിച്ചു. മണികണ്ഠന്റെ ഉറച്ച തീരുമാനത്തിനു മുന്നിൽ രാജാവ് അർത്ഥസമ്മതം മൂളി. ഒപ്പം ഭടന്മാരെയും കൂട്ടണമെന്നും രാജാവ് നിർദ്ദേശിച്ചു. അത് വേണ്ട, കൂട്ടമായി എത്തിയാൽ മൃഗങ്ങൾ ഓടിമറയും, അതിനാൽ ഒറ്റയ്ക്ക് പോകാൻ അനുവദിക്കണം, മണികണ്ഠൻ പറഞ്ഞു. മനസ്സില്ലാ മനസ്സോടെ രാജാവ് അനുവാദം നൽകി. വില്ലും ശരവും ഏന്തി ഏകനായി പുറപ്പെട്ട മണികണ്ഠനെ കൺമുന്നിൽ നിന്നും മറയുന്നതുവരെ രാജാവ് നോക്കി നിന്നു. മണികണ്ഠനും തന്റെ അവതാര ലക്ഷ്യം നിറവേറ്റേണ്ട സമയമായെന്ന് മനസ്സിലായി. ശിവൻ ഭഗവാനും ഭൂതഗണങ്ങളും മണികണ്ഠനെ അനുഗമിച്ചു. ദേവലോകത്ത് മഹിഷിനാശനം ഉണ്ടാകുന്ന വിവരം അറിഞ്ഞു. പിന്നെ ഒട്ടും വൈകിയില്ല. അഴുതാ നദിക്കരയിൽ ഇരുവരും ഘോര യുദ്ധത്തിലേർപ്പെട്ടു. ഒടുവിൽ മഹിഷി പ്രാണവേദനയോടെ നിലംപതിച്ചു. മഹർഷിയുടെ വിരിമാറിൽ മണികണ്ഠൻ നൃത്തം ചവിട്ടി. ദേവലോകവും ഭൂമിയും കുലുങ്ങി വിറച്ചു. ദേവന്മാർ ഭയന്നു വിറച്ചു. ഹരിഹരസുതന്റെ നൃത്ത ചുവടുകൾ തിരിച്ചറിഞ്ഞു. തലകുനിച്ച് എല്ലാവരും ഹരിഹരപുത്രനെ സ്തുതിച്ചു. വൈകാതെ മഹിഷി പ്രാണൻ വെടിഞ്ഞു. ആ ശരീരത്തിൽ നിന്നും മനോഹരമായ ഒരു സ്ത്രീ രൂപം ഉയർന്നു വന്നു. അവൾ തൊഴുകൈകളോടെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ ശാപമുക്തയായി. അവിടുന്ന് എന്നെ സ്വീകരിച്ചാലും അങ്ങയുടെ ശക്തിയിൽ ഞാൻ വർത്തിക്കാം. നീ എന്റെ ശക്തി തന്നെയാണ്. പക്ഷേ ഞാൻ ബ്രഹ്മചാര്യം അനുഷ്ഠിക്കുന്നതിനാൽ നിന്നെ ഒരു സഹോദരി ഭാവത്തിലേ എനിക്ക് കാണാൻ സാധിക്കും. എന്നാലും എന്റെ ക്ഷേത്രത്തിന്റെ അല്പം മാറി മാളികപ്പുറത്തമ്മയായി ഇരുന്നാലും മണികണ്ഠൻ അനുഗ്രഹിച്ചു. മണികണ്ഠനെ പുലി പിടിച്ചു ഭക്ഷണമാക്കിയെന്നു കരുതി സന്തോഷിച്ചിരിക്കുകയായിരുന്നു മന്ത്രിയും റാണിയും. മഹർഷിയുടെ നിഗ്രഹത്തിന് ശേഷം മണികണ്ഠനെ കാണാൻ ശിവനും പാർവതിയും എത്തി. എല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നീ ദുഃഖിച്ചിരിക്കുന്ന പന്തള രാജാവിനെ ആശ്വസിപ്പിക്കണമെന്നും മഹാദേവൻ ഉപദേശിച്ചു. മഹർഷി വധത്തിൽ തൃപ്തരായ ദേവന്മാർ മണികണ്ഠനെ അനുഗമിച്ചു. ദേവേന്ദ്രൻ ആൺപുലിയായും മറ്റു ദേവന്മാർ അതിന്റെ കുട്ടികളായും ദേവസ്ത്രീകൾ പെൺപുലിയായും അനുഗമിച്ചു. മണികണ്ഠൻ പുലിപ്പുറത്തേറി വരുന്ന വാർത്തയും എല്ലായിടത്തും പരന്നു. നിലവിളിച്ചു പ്രജകൾ യാഗചിത്തരായി രാജാവിന്റെ കവാടത്തിലെത്തി. നോക്കുമ്പോൾ പുലിപ്പുറത്ത് നിന്ന് മണികണ്ഠൻ ഇറങ്ങുന്നതാണ്. മണികണ്ഠൻ രാജാവിനോട് പറഞ്ഞു, പ്രഭു, ആവശ്യത്തിനു പാൽ കറന്നെടുത്തോളുക. ഇത് കേട്ട് കൊട്ടാരമാകെ ഭയന്നു വിറച്ചു. മന്ത്രിയുടെ ദുഷ്ടപ്രേരണയിലാണ് ഇതെല്ലാം സംഭവിച്ചതെന്നും രാജാവ് അറിഞ്ഞു. അമ്മയുടെ രോഗം മാറിക്കഴിഞ്ഞു. അറിയാതെ ചെയ്ത തെറ്റിനും മാപ്പ് അപേക്ഷിച്ചു പുലികൂട്ടങ്ങളെ തിരിച്ചയച്ചാലും. ഇത് കേട്ട മണികണ്ഠൻ പുഞ്ചിരിച്ചു രാജാവിനെ മാറോട് ചേർത്തു ആലിംഗനം ചെയ്തു. മാപ്പ് തരാനോ ശിക്ഷിക്കാനോ ഇതിലൊന്നുമില്ല. എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെയാണ് നടന്നത്. എല്ലാം ദൈവകാര്യത്തിനായിരുന്നു. ഭക്തിയാദരപൂർവ്വം കൈകൂപ്പി നിന്ന പന്തള നിവാസികളെ മണികണ്ഠൻ അനുഗ്രഹിച്ചു. എന്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി. ഇനി ഞാൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണ്. അങ്ങ് എന്നോട് കാട്ടിയ ഭക്തിയിൽ ഞാൻ സംതൃപ്തനാണ് എന്നുകൂടി മണികണ്ഠൻ പറഞ്ഞു നിർത്തി. ഭഗവാനെ, അവിടുത്തെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം നൽകിയാൽ, രാജാവ് അപേക്ഷിച്ചു. ക്ഷേത്രത്തിന്റെ സ്ഥാനത്തിനായി മണികണ്ഠൻ അമ്പെയ്തു. അത് ചെന്നു വീഴുന്ന സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ അനുവാദം നൽകി. ആ അമ്പ് ചെന്നു വീണത് ശബരിമലയിലാണ്. ശ്രീരാമ അവതാര കാലത്ത് ശബരി എന്ന തപസി തപം ചെയ്തിരുന്ന സ്ഥലം. പന്തള രാജാവ് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു. ദേവലോകത്തു നിന്നും വിശ്വകർമാവെത്തി അനുയോജ്യമായ ഒരു സ്ഥാനവും അദ്ദേഹം കാണിച്ചു കൊടുത്തു. 18 പടികളുള്ള തത്വസോപാനത്തോടു കൂടിയ ശബരിമല ക്ഷേത്രം നിർമ്മിച്ചു. ഭഗവത് ദൂതുമായി വന്ന പരശുരാമ മുനി മകര സംക്രമ നാളിൽ അവിടെ ധർമ്മശാസ്ത്ര വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ഭക്തകോടികൾ ദർശന പുണ്യം തേടിയെത്തുന്ന ശബരിമല സന്നിധിയായി അവിടം ഇപ്പോൾ. ഈ മണ്ഡലകാലത്ത് അയ്യപ്പസ്വാമിയെ തേടിയെത്തുന്ന ഓരോ അയ്യപ്പ ഭക്തന്മാർക്കും ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഋഷികേശം അടുത്ത പുണ്യഭൂമി തേടി യാത്ര തുടരുന്നു.